ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ കേരളം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കവർച്ചയാണ്. ശക്തമായ ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, മറ്റു ചിലരൊക്കെ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഒരു സാഹചര്യം മൊത്തത്തിൽ നിലനിൽക്കുന്നുണ്ട്. അന്വേഷണം ഏത് ഘട്ടത്തിലും അട്ടിമറിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഉദ്യോഗസ്ഥരിൽ നിന്ന് രാഷ്ട്രീയക്കാരിലേക്ക് അന്വേഷണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശബരിമല വിഷയം പോലെ തന്നെ കേരളത്തിലെ എല്ലാ സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വത്തിൻ്റെ കീഴിലുള്ള മലബാർ ദേവസ്വത്തിലടക്കം നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള കൊള്ളകൾ എന്നാണ് പലരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എങ്ങനെ ഇത് അട്ടിമറിക്കപ്പെടും, അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നതിൻ്റെ കൃത്യമായ സൂചന ഇവിടെ പുതിയൊരു ഓർഡറിൽ, സർക്കാരിൻ്റെ പുതിയൊരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സീസൺ ആരംഭിക്കുകയാണ്. ഇതിലേക്ക് ചാർജ് കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഒന്ന് IPS സുജിത് ദാസാണ്. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന സന്നിധാനത്താണ്. ഇന്നലെ ഇറങ്ങിയ ഓർഡറാണ്. അതുപോലെ മറ്റൊരു വ്യക്തി ഇതേ കാറ്റഗറിയിലുള്ള പൂരം കലക്കാൻ നേതൃത്വം നൽകിയ തൃശ്ശൂരിലെ അന്നത്തെ കമ്മീഷണർ കൂടിയായ അൻകിട്ട് അശോകൻ, അദ്ദേഹത്തിന് പമ്പയിലാണ് ചാർജ്. അതോടൊപ്പം ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി ഇത്രയും കറപ്റ്റഡായ, ഇത്രയും ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ശബരിമലയിൽ ഇത്രയും വലിയ ഒരു വിഷയം സങ്കീർണമായി അന്വേഷണം SIT നടത്തിക്കൊണ്ടിരിക്കെ എന്തിന് കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായും കുറ്റവാളികളെന്ന് തിരിച്ചറിയപ്പെട്ട 2 പോലീസ് ഉദ്യോഗസ്ഥർ അജിത് കുമാറിനെ കൂടെ നിന്നുകൊണ്ട് പൂരം കലക്കാൻ എല്ലാവിധ ഗൂഢാലോചനകളും നടത്തി അത് വളരെ സക്സസ്ഫുള്ളാക്കി BJPക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാനുള്ള എല്ലാ വഴികളും ഒരുക്കി കൊടുത്ത ആളാണ് അങ്കിത് അശോകൻ. അദ്ദേഹത്തെയും ഈ പറയുന്ന കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. സുജിത് ദാസ് IPSന്റെ പേരിലുള്ള SIT കൊടുത്ത അന്വേഷണ റിപ്പോർട്ട് ചോദ്യം ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്ത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഫയല് അവിടെ നിലനിൽക്കുമ്പോൾ ആ 2 ഉദ്യോഗസ്ഥരെയും തന്നെ എന്തിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ശബരിമലയിൽ പോസ്റ്റ് ചെയ്തു എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. എനിക്കതിൽ പ്രധാനമായിട്ടും ബഹുമാനപ്പെട്ട CPIയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോട് ഒരു ചോദ്യത്തിൽ ഉന്നയിക്കാനുണ്ട്. ഈ വിഷയത്തിൽ തൃശ്ശൂർ പൂരം കലക്കിയതിലും അജിത് കുമാറിന്റെ വിഷയത്തിലും ശക്തമായ നിലപാട് സ്വീകരിച്ച ഭരണകക്ഷിയിലെ തന്നെ ഒരു പ്രധാന പാർട്ടിയാണ്, 4 മന്ത്രിമാരുള്ള പാർട്ടിയാണ് CPI. ഈ പോസ്റ്റിംഗ് CPI അറിഞ്ഞിട്ടുണ്ടോ? ഈ പോസ്റ്റിങ്ങിനോടുള്ള CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനുള്ള നിലപാടെന്താണ്? ഇവിടെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. നമുക്കറിയാം, മലപ്പുറത്ത് നടന്ന SP ക്യാമ്പ് ഓഫീസിലെ മരമുറി, അവിടുന്നാണ് ഈ വിഷയങ്ങൾ ഞാൻ ആദ്യമായി ഉന്നയിച്ചു വരുന്നത്. ആ പരാതി നൽകിയ അന്നത്തെ സബ് ഇൻസ്പെക്ടർ ശ്രീജിത്ത്, അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം രാജിവെക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പരാതി കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഒരു പോലീസിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന എല്ലാ പീഡനങ്ങളും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു പോലീസ് ഓഫീസർ രാജിവെച്ച് ഞാൻ കൂലിപ്പണിക്ക് പോവുക എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്നത്.
അപ്പോൾ ഇത് ഓരോന്നും ഇതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തെ ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് തല തിരിച്ചുവിടാനും ഇവിടെ ഈ നടക്കുന്ന അന്വേഷണങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ അട്ടിമറിക്കാൻ കഴിയുമെങ്കിൽ അതിന് വളരെ പ്രാപ്തരായിട്ടുള്ള രണ്ടാളുകൾ തന്നെയാണ് ഈ പറയുന്ന അങ്കിതും അതുപോലെ തന്നെ സുജിത് ദാസും. അത് അവർ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് അവരവിടുന്ന് മാറ്റി നിർത്തണം. ശബരിമലയിലെ ജോലിയിൽ നിന്ന് ഒരു കാരണവശാലും ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരെയും ഇന്നത്തെ അവർക്കെതിരെയുള്ള നിരവധിയായ ആരോപണങ്ങൾ, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പോലീസ് DGP കൊടുത്ത റിപ്പോർട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. അതിൽ അങ്കിത് അശോകൻ കുറ്റവാളിയാണ്. ഇവിടെ കോഴിക്കോട് എയർപോർട്ടുമായി ഉണ്ടായ 152 കേസുകൾ, സ്വർണം പൊട്ടിച്ച കേസ്, കോടാനുകോടി രൂപയുടെ സ്വർണം പൊട്ടിച്ചു കളഞ്ഞ കേസിൽ ആ അന്വേഷണം ഹൈക്കോടതിന് മുമ്പിൽ നിൽക്കുകയാണ്. മാമി വധക്കേസ്, ആ അന്വേഷണം ഹൈക്കോടതിയിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യം ചോദ്യം. ഇടവണ്ണ റിദാൻ ബാസിൽ കേസ്, അതിൽ നടന്ന അട്ടിമറികൾ. അങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിലുള്ള ഈ ഓഫീസർമാരെ എന്തുകൊണ്ട് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തു എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം.